ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കല്യാൺ സിൽക്സിലൊക്കെ നമ്മൾ റൗണ്ട് അടിക്കാനായിട്ടൊന്ന് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണെന്ന് പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും അമ്മയും ആദ്യമേ ഉള്ളൂ. അച്ഛൻ ജോലിക്ക് പോയി, അതുകൊണ്ട് തന്നെ അച്ഛനില്ല. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അമ്മയുണ്ട്, പോയിട്ട് വരാം ഗൈസ്. ഗൈസ്, ഞങ്ങൾക്ക് കടയിലേക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വന്നതാണ്. ഞങ്ങൾ KSRTC ബസ്സിനകത്ത് ഇറങ്ങി, പിന്നെ ചിന്നക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒട്ടയ്ക്കാൻ പോയി. ആട്ടോ കാര്യമില്ല. ഇല്ല, ഇച്ചിരി കൂടി ചെറുത് വേണം. നമ്മൾ കഴിഞ്ഞിറങ്ങി. ഇവിടെ എന്തോ പരിപാടിയുണ്ട്, ചിൽഡ്രൻസ് ഡേയുടെ. നമുക്ക് കാണിച്ചു തരാവേ. ഇനി നമുക്ക് പോകാം ഗൈസ്. അപ്പം നമ്മുടെ എല്ലാ കാര്യവും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണം. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാൻ കഴിയും. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്ന. അതേപോലെ നമ്മളൊരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എല്ലാവരും കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ Q&A ഉടനെ തന്നെ നടത്തുകയാണ്. പിന്നെ വേറൊരു സന്തോഷകരമായ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു പറഞ്ഞു. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഗൈസ്, അമ്മയ്ക്ക് എന്താ പറയാനുണ്ടെന്ന്. എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ എന്നെ വിളിച്ച് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളുടെ മക്കളുടെ വീഡിയോസ് നല്ലതാണ്, സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വോയിസ് ആണ്. അപ്പൊ അത് കേട്ടപ്പോൾ സന്തോഷമുണ്ട്. എന്നാലും ഞാൻ ഫുൾ സപ്പോർട്ടല്ല, അച്ഛനും സപ്പോർട്ടല്ല. എന്നാലും ശരി, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, അതായത് നമുക്ക് ഗൾഫിൽ നിന്നും നമ്മളെ അയൽക്കാർ ദൂരെ കിടക്കുന്നവര്, നമ്മളെ മുത്തുക്കിളിയുടെ അമ്മ സന്ധ്യ, അവരെല്ലാരും അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള. അപ്പൊ അവരൊക്കെ നമ്മളടുത്ത് പറഞ്ഞിരുന്നു, എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു നന്നായിരുന്നു. ഒരുപാട് പേര് വിളിച്ചു, ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക്സ് അവർക്കെല്ലാവർക്കും.
ഞാൻ പറയല്ലേ അമ്മയ്ക്കും അച്ഛനും അത്ര സപ്പോർട്ടല്ല, പക്ഷെ നമ്മൾ ആരെ കണ്ടോണ്ടല്ല. നല്ല വീഡിയോസ് ഇടുന്നതിന് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് വീഡിയോസ് ഇടാം, പക്ഷെ എന്നെ അതിനു മുമ്പ് എന്നെ ഒന്ന് കാണിക്കണം. കൊള്ളില്ലെങ്കിൽ ഞാൻ ഇടാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെയുണ്ട്, കാണിക്കണം. കാണിച്ചു കഴിഞ്ഞിട്ട് കൊള്ളത്തില്ലെങ്കിൽ സമ്മതിക്കില്ല. ഈ ഓരോരുത്തരെ കണ്ട് ചെയ്യുന്നതും കാണാൻ ചെയ്യുന്നത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ട്. അപ്പം ഇത്രയും ഞങ്ങള് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ നമ്മുടെ 500 സബ്സ്ക്രൈബർ ആയപ്പോ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. പിന്നെ അച്ഛനാണെങ്കിൽ ഇതിന് സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്നതോട് ഒട്ടും ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഒട്ടും സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കാൻ. നീ സപ്പോർട്ട് ചെയ്ത് പിള്ളേരെ ഇങ്ങനെ വഷളാക്കൂ. അപ്പൊ ഞങ്ങൾ അച്ഛനോട് പറയുന്നത്, അച്ഛൻ നമ്മൾ ആ ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇപ്പം തന്നെ ഇത്രയും പേര് നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ വീഡിയോ കുറവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അവരച്ഛന് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. പിന്നെ അവർ നല്ലതാണ് എന്ന് കാണുന്നെങ്കിൽ മാത്രമേ ഞാൻ ഇടാൻ സമ്മതിക്കത്തുള്ളൂ. അവരുടെ അച്ഛൻ പറയുന്ന ഡാൻസ് പാട്ടിന്റെ 2 മാത്രം ഇട്ടാൽ മതി എന്നാണ് വേറെ ഒന്നും എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ അപ്പൊ അതിനോട് എനിക്ക് സപ്പോർട്ടാണ്. എന്നാലും ഇവരെടുത്ത വീഡിയോസ് ഒക്കെ കൊള്ളാം, അവരുടെ വോയിസ് കൊള്ളാം എന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അത് കേട്ടപ്പോ സന്തോഷം. നമ്മുടെ വീടിനടുത്തുള്ള എല്ലാവർക്കും എന്റെയും കൂടെ ഒരു ഇനി നമുക്ക് 1K അടിക്കട്ടെ, 10K ആവട്ടെ, 100K ആവട്ടെ, എന്നിട്ട് പ്ലേ ബട്ടൺ കിട്ടും. ഭയങ്കര ആർത്തി വന്നല്ലോ. ഇത്തിരി കൂടി പോയി. 100K അടിച്ചിട്ട് വേണം പ്ലേ ബട്ടൺ കിട്ടാൻ. ഭയങ്കര ഒരു ഇതാണ് കൊച്ചിന്റെ വലിയൊരു ആഗ്രഹം, പ്ലേ ബട്ടൺ വേണം. യൂട്യൂബ് തുടങ്ങുന്നോ ഈ 500 അടിക്കുന്നോ? സത്യം, ഞങ്ങള് യൂട്യൂബ് തുടങ്ങുന്നോ 500 അടിക്കുന്നോ ഒരു ഇതും ഇല്ലായിരുന്നു. ചുമ്മാ ഒരു ദിവസം ഞങ്ങൾ തോന്നി എന്നാ നമുക്ക് ചുമ്മാ ഒരു ചാനൽ തുടങ്ങിയാലോ. അപ്പൊ അച്ഛൻ ആദ്യമേ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് പറഞ്ഞു അച്ഛാ അത് അങ്ങനത്തെ ഒന്നും അല്ല, നമ്മുടെ കുറച്ച് സന്തോഷമല്ലേ അങ്ങനെ ചെയ്യാം. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞത് ഡാൻസ്, പാട്ട്, തിരുവാതിര അതൊക്കെയാണെങ്കിൽ ഇട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറൊന്നും ഇടരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഫോണിന്റെ ക്ലാരിറ്റി ഒന്നും അത്രക്ക് അതിന് 2-3 പേര് അങ്ങനെ പറഞ്ഞായിരുന്നു, ഫോണിന് ക്ലാരിറ്റി ഇല്ലെന്ന്. ഇപ്പൊ നമ്മള് കയ്യിലുള്ള ഫോൺ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാട്ടോ എല്ലാരെയും പോലെ നമുക്ക് വരണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മള് ഉള്ള ഫോൺ വെച്ചിട്ടാട്ടോ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്ത. അപ്പൊ നമ്മൾ ഉടനെ ഫോൺ എടുക്കുന്നതായിരിക്കില്ലേ. അടുത്ത ഓണത്തിന് മുമ്പ് എടുക്കും. ആ ഒരു സന്തോഷ വാർത്ത കൂടെ പറയുന്നു. ആണോ അമ്മേ, ഞങ്ങൾ എടുക്കുവോ? എനിക്ക് ഐശ്വര്യക്ക് ഫോണിന്റെ ഒരാവശ്യമില്ല, ഇല്ലേ അമ്മ? പിന്നെന്തിനാ ഞങ്ങക്ക് വീഡിയോ എടുക്കണം. ഇവരാണ് ഇത്. ഓക്കെ, വേണ്ട സമക പക്ഷെ ഫോൺ എടുക്കുന്ന കാര്യം, TV എടുക്കുന്ന കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. പക്ഷെ വീട് ഒരു ദിവസം ഞാൻ ചുമ്മാ ഇരുന്നുണ്ടായിരുന്നു നമുക്ക് സ്മാർട്ട് TV മേടിച്ചാലോ. അത് ഈ പ്രണപ്രവീണ കണ്ടിട്ടാ നമ്മള് ചേട്ടന്മാരെ കണ്ടിട്ടാണ് നമ്മള് പിറ്റേന്നിന്റെ പിറ്റേന്നാ എടുത്തത്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും അച്ഛനടുത്ത് അമ്മയടുത്ത്, കണ്ടോ ആ ചേട്ടന്മാരുടെ അച്ഛനെ അമ്മയൊക്കെ കണ്ടോ, ഇത് സപ്പോർട്ടായിട്ടാ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തുകൂടെന്നൊക്കെ പറയും. അമ്മ ഓക്കെ, പിന്നെയും നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട്. അച്ഛൻ സപ്പോർട്ട് ചെയ്യും, പക്ഷെ അച്ഛൻ ഒരു ഇതുണ്ട്, ലിമിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടിടാൻ പാടില്ല. ഒരുമാതിരി കോമാളി ശരിയല്ലല്ലോ. അച്ഛൻ നിൽക്കേണ്ട സ്ഥാനത്ത് അച്ഛൻ നിൽക്കുന്നു. ഭർത്താവിനെ പ്രതിഷ്ഠപ്പെട്ടില്ല ഗൈസ്. നമ്മുടെ ഫോണിന്റെ സേവിങ്സ് നിറഞ്ഞു. നമ്മൾ ഉടനെ തന്നെ മേടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇത്രയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും. സത്യം പറയാലോ, പലരും ഞങ്ങളെ കളയാക്കി കേട്ടോ. എന്ന് വെച്ചാല് വീഡിയോ ക്ലാരിറ്റിയുടെ മാത്രമല്ല, പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത്രയും നാളായി, എന്നിട്ട് നിങ്ങൾക്ക് എന്തോ 1K പോയിട്ട് എന്തോ എത്രയാണ് എനിക്ക് ഓർമ്മയുണ്ട്, ആ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. 1K പോയിട്ടൊരു 300 ഫോളോവേഴ്സ് പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിയ കുറെ പേരുണ്ട്. അവരുടെയൊക്കെ മുമ്പില് നമുക്ക് 500 കിട്ടി. അപ്പൊ സന്തോഷമുണ്ട്. ഇതേ കണക്ക് തന്നെ നിങ്ങൾ വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. കീപ് സപ്പോർട്ടിങ് ഗൈസ്. പിന്നെ നമ്മള് Q&A ഉടനെ നടത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാരും കമന്റ് ചെയ്യണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ഈ ഇടുന്ന വീഡിയോക്കകത്ത് കമന്റ് ചെയ്യാം, അല്ലാതെ നമ്മൾ പോസ്റ്റ് ഏതിനകത്താണ് കമന്റ് ചെയ്യണേ ഗൈസ്. സോ ഗൈസ്, ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ
ഇവിടെ അവസാനിക്കുകയാണ്. യെസ് ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് ചെയ്തു ഗൈസ്. ഷോപ്പിംഗ് Guys, എനിക്ക് ആദ്യക്കുള്ള ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ, അമ്മയ്ക്ക് അച്ഛനുള്ള എടുത്തിട്ടില്ല. ആദ്യക്ക് ഷർട്ടും എടുത്തു, എനിക്ക് ടോപ്പും എടുത്തു. കല്യാണിലും പോയി മണീസിലും പോയി ഗൈസ്. കല്യാണിലും പോയി, നമ്മൾ മണീസിലും പോയി. അപ്പൊ ഇന്നത്തെ അമ്മയും കൂടെ കയറി ഇന്ന് ഗായ്സ്. അപ്പം കുറച്ച് നേരമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി റിപ്പീറ്റ് അടിക്കുന്നില്ല. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീണ്ടും കുറച്ച് പുതിയ വീഡിയോസുകളായിട്ട് നമ്മൾ ഒട്ടനെ എത്തുന്നതാണ്. നമ്മൾ കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ അതി? 4 വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം Q&A ആണ്, ബാക്കി 3 സീക്രട്ട് ആണ് ഗൈസ്. സീക്രട്ട് അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ കണ്ട വീഡിയോ ഇടുമ്പോ മാത്രമേ അറിയൂ. ഇത് വീഡിയോ ഇടുമ്പോ മാത്രമേ അറിയത്തുള്ളൂ. അത് അമ്മ സർപ്രൈസ് ഗൈസ്, സർപ്രൈസ്. സോ ഒട്ടും മനസ്സിലായില്ല കേട്ടോ ഇതിനകത്ത് കാണാൻ. സോ അതെ, ഇപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാര് Q&A മറക്കല്. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബൈ. ടാറ്റ കൊടുക്കുമ്പോ